മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെന്ന് നോക്ക്, ആ പ്രതാപനെയും വാമേട്ടനെയും എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാലോ എന്ന് പറയുമ്പം ഈ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല അമ്മേ, എന്തായാലും നാളെ കോടതിയിൽ ചെന്നാൽ സത്യങ്ങൾ അറിയാമെന്നല്ലോ കണ്ണേട്ടൻ പറഞ്ഞാൽ, നമുക്ക് നാളെ കോടതി പോയി അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അത് ശരിയാടാ, എന്നാലും എന്താണെന്ന് അറിയാനൊരാകാംക്ഷ, നീ ഒന്ന് സ്റ്റേഷൻ വരെ ചെന്ന് നോക്ക്, അതുമാത്രമല്ല തിരിച്ചു വന്ന വഴിക്ക് നീ കരണമോളി ഒന്ന് കയറി കാണടാ, അവൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളെ കാണാനൊന്നും പോകുന്നില്ല. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതെനിക്കറിയാടാ, പൈസ മുടക്കും എന്നെ ഒരു കാര്യത്തിന് നീ പോകില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി പോകുന്നുണ്ട്. ഉണ്ണി പോയി കഴിഞ്ഞതും ദുർഗയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് എസ് ഐയും കൂട്ടരും എങ്ങോട്ട് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഉണ്ണീനെ കാണുന്നത്. എന്നിട്ട് ഉണ്ണിയോട് എസ് ഐ പറയുന്നുണ്ട്, നീ അറിഞ്ഞോ, നിൻ്റെ അമ്മായിപ്പനും അതുപോലെ നിൻ്റെ അമ്മാവനും ഇവിടെ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും മാറി മാറി ഞങ്ങളുടെ കൈത്തരിപ്പ് മാറ്റിക്കൊണ്ടിരിക്കുക, എന്തായാലും രണ്ടെണ്ണത്തിനെ ഞങ്ങൾ ഇടിച്ച് ഇഞ്ച പരുവാക്കി അവിടെ ഇട്ടിട്ടുണ്ട്, നീ പോയി കണ്ടോളാൻ പറയുന്നു. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ശരിക്കും അവരെ എന്തിനാ സാറേ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നീ അതൊന്നും അറിഞ്ഞില്ലേ, നിൻ്റെ ചേട്ടൻ അതൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കണ്ണേട്ടനൊന്നും പറഞ്ഞില്ല, നാളെ കോടതി ചെല്ലുമ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, കണ്ണൻ അങ്ങനെയാ പറഞ്ഞെങ്കിൽ പിന്നെ ഞാനായിട്ട് സത്യങ്ങൾ പറയണില്ല, എന്തായാലും നീ അവരോട് തന്നെ ചോദിക്കുക, അവർ സത്യങ്ങൾ പറയുമോയെന്നറിയാം, ഇനിയിപ്പോൾ അവർ സത്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം നിനക്ക് അവരെ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞോളാം ലോക്കപ്പ് തുറന്നു തരാൻ, പിന്നെ അതുമാത്രമല്ല നിൻ്റെ അമ്മായപ്പനും അമ്മാവനും കൂടി ചെയ്തേക്കുന്നത് അത്ര വലിയ പുണ്യപ്രവൃത്തിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ നീ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, സാറിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവണത് അവരെന്തോ വലിയ തെറ്റ് ചെയ്തെന്ന്. അവരെങ്ങനെ തെറ്റ് ചെയ്യണവരൊന്നും അല്ലടാ, അവർ പുണ്യവാന്മാരല്ലേ, എന്തായാലും അവരെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ആ ഭാര്യയും അവളുടെ മുത്തശ്ശിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു, അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അവരെ കൈവച്ചില്ല, എന്തായാലും അവർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കേണ്ടതാ, അവരുടെ പേരക്കുട്ടീനെയും അതുപോലെ അവനെയും ഈ പരുവത്തിലാക്കിയേനെ, എന്തായാലും അവർ പറയുന്ന സത്യങ്ങൾ കേട്ടിട്ട് നിനക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനൊന്നുമില്ല, നീ സ്വത്തിനും പണത്തിനും വേണ്ടി ആർത്തി മൂത്ത് നടക്കണവനല്ലേ, എന്തായാലും നീ ഇനിയെങ്കിലും ആണായിട്ട് ജീവിച്ചില്ലെങ്കിൽ മിക്കവാറും നിന്നെ ഞാൻ ലോക്കപ്പിലിട്ട് നിൻ്റെ നട്ടിൽ ഇടിച്ച് പദം വരുത്തുന്നു. ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ ഇങ്ങനെ ആകെ നാണം കെട്ടതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും നീ ഇപ്പോൾ പോയി അവരെ കാണ്, എന്നിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോന്നും പറഞ്ഞ് എസ് ഐയും കൂട്ടരും ജീപ്പിൽ കയറി പോകുന്നുണ്ട്. അതിനുശേഷം ഉണ്ണിയാണെങ്കിൽ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് വരുമ്പം ഈ പ്രതാപം കാണുന്നുണ്ട്. പ്രതാപൻ ഉണ്ണിയെ കണ്ടത് ആകെ ഭയക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കും വന്നേക്കണേ, എന്തായാലും സംസാരിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ച്, മോനെ ഉണ്ണി നീ ഒരു അവച്ചനാവാൻ പോവാന്ന് പറയുമ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്ത് വിടുന്നേക്കണേന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് ഈ പ്രതാപന് മനസ്സിലാവുന്നുണ്ട് ഉണ്ണി സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അപ്പം നിന്നോട് കണ്ണനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല കണ്ണേട്ടനൊന്നും പറഞ്ഞില്ല, എന്നോട് നാളെ കോടതിയിലേക്ക് വാ, സത്യങ്ങളൊക്കെ അവിടെ വെച്ച് മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണി, എന്തായാലും നിങ്ങൾ പറ, എനിക്ക് അറിയണ്ടേന്ന് ചോദിക്കുമ്പം ഞങ്ങളായിട്ട് എങ്ങനെ പറയാനാ, എന്തായാലും കണ്ണനോട് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ പോലീസുകാരോട് ചോദിക്കുമെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ ആ എസ് ഐയോടും ചോദിച്ചു, എസ് ഐയും എന്നോടൊന്നും പറഞ്ഞില്ല എന്ന്. ആ സമയത്ത് പ്രതാപനക്കും വാമദേവനക്കും നല്ല സമാധാനം ആവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവരെല്ലാവരും ചേർന്ന് ഞങ്ങളെ കള്ളക്കേസിൽ കുടിക്കേക്കണേ, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നാളെ ജാമ്യം കിട്ടുമെന്നൊന്നും തോന്നണില്ല, കോടതി മിക്കവാറും ഞങ്ങളെ റിമാൻഡ് ചെയ്യും, അതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് വരാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, അവിടെ വന്നാലല്ലേ എനിക്ക് എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും വരും, എന്തായാലും ഞാനിപ്പോൾ പോവാമെന്നും പറഞ്ഞ് ഉണ്ണി അങ്ങോട്ട് പോകുന്നുണ്ട്. ഉണ്ണി പോയി കഴിഞ്ഞതും വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ അവൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ലടാ എന്ന് പറയുമ്പോൾ ഈ പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിച്ചുല്ലോ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, കരുണയുടെ ജാതകത്തിൻ്റെ കുഴപ്പം, മഹാലക്ഷ്മി കരുണയുടെ ദാസിയായിട്ട് ജീവിക്കാനല്ല യോഗം, കരുണയ്ക്ക് മഹാലക്ഷ്മിയുടെ ദാസിയായിട്ട് ജീവിക്കാനാണ് യോഗം, അതിന് നമ്മളെന്ത് ചെയ്യാനാടാ, നമുക്കത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പം നിൻ്റെ ഇടിച്ച നട്ടിൽ അരിപ്പാക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ അത് മിക്കവാറും കോടതിയിൽ വന്നു കഴിയുമ്പം നിൻ്റെ മരുമകൻ തന്നെ നിൻ്റെ നട്ടിൽ ഓട്ടയാക്കിക്കോളൂന്ന്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി തിരികെ വന്നതും ദുർഗയാണെങ്കിൽ വിവരം അറിയാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഉണ്ണി നീ പോയിട്ട് എന്തായി, അവരെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ അമ്മേ അവരെ കണ്ടു, എന്നിട്ട് അവരെന്താ പറഞ്ഞ്, അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, കണ്ണേട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നാണ് അവർ ചോദിച്ചത്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ളവരും ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ അവരും ഒന്നും പറഞ്ഞില്ല, നാളെ കോടതിയിൽ
വരുമ്പോൾ നേരിട്ട് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടോളൂ എന്ന് അവർ പറഞ്ഞ് എന്തായാലും ഇവർ ഭയങ്കരമായ എന്തോ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പല പ്രാവശ്യം ഒരു മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ ശ്രമിച്ചല്ലോ, ഇനി അതിനായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അമ്മേ, രണ്ടുപേരും കൂടി ചേർന്ന് വേറെ എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കണം. പിന്നെ അവരോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല, ഇനിയിപ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കിയതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കത് തുറന്ന് പറഞ്ഞൂടെ, അവരൊന്നും പറഞ്ഞില്ല, ഇനിയിപ്പോൾ മഹാലക്ഷ്മിയെ കരുണ ഉന്തിയിട്ടേനായിരിക്കുമോ ഈ പ്രതാപനെയും വാമദേവനെയും പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിനെന്തിനാ ഈ അമ്മാവനെ അറസ്റ്റ് ചെയ്യണേ, അവളുടെ അച്ഛനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരെ, അതൊന്നും അല്ല അമ്മേ, ഇവർ നമ്മളൊന്നും അറിയാത്ത എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല കുറേ ദിവസമായിട്ട് കരുണയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. അവളുടെ അച്ഛൻ്റെ സമനില തെറ്റിയതിന് ശേഷം അവളുടെ അച്ഛൻ നമ്മളുടെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കരുണയുടെ അച്ഛൻ്റെ വാ പൊത്താനൊക്കെ നിന്നത് അമ്മാവനും കൂടെ കൂടിയാണ്. അതുമാത്രമല്ല അയാളെ കൈയും കാലും കുഴിച്ച് കെട്ടി ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കിയതും അമ്മാവനെ. അതുമാത്രമല്ല നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അമ്മേ. എന്തായാലും കുറച്ച് ദിവസമായിട്ട് കരുണ മഹാലക്ഷ്മി പറയണതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടല്ലേ ഇരുന്ന് എല്ലാ ജോലിയും അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയതാന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മഹാലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അമ്മേ, എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് കരുണ എപ്പോഴും അമ്മാവനെ വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ അമ്മാവനെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നും ഉണ്ടായിരുന്നു. അതെന്തിനാണ് മോനെ കരുണ അമ്മാവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തണേന്ന് ചോദിക്കുമ്പം അതാ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ കരുണയോട് അത് ചോദിച്ചു, പക്ഷേ കരുണ അതിന് വ്യക്തമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. അതുമാത്രമല്ല അവളുടെ അച്ഛന് സുഖമില്ലാതെ ആയതിനു ശേഷം നമ്മൾ അവളുടെ അച്ഛനെ കാണാനും പോലും അവൾ സമ്മതിച്ചിട്ടുമില്ല. ഇപ്പോൾ എന്തായാലും നാളെ കോടതി ചെന്നാലേ സത്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും ആ മഹാലക്ഷ്മിയും കുഞ്ഞും മരിച്ചു എന്ന് വിചാരിച്ചായിരുന്നു, അവർക്കാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എപ്പോഴും തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയാണെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കരുണയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല, അതിന് കണ്ണേട്ടനും മഹാലക്ഷ്മിയും സമ്മതിക്കുമെന്നും തോന്നണില്ല എന്ന് പറയുമ്പം അത് നേരാടാ മോനെ, ഇനി ഒരിക്കലും കരുണയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കണ്ണൻ സമ്മതിക്കൂല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മോഹിനിയും കൂടി ഐസിയുവിൻ്റെ വെളിയിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് ലേഹയാണെങ്കിൽ ഐസിയുവിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ലേഹയെ കണ്ടതും കണ്ണൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ലേഹ എൻ്റെ മോളെ എന്തെടുക്കാമെന്ന് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നു കണ്ണേട്ട, മോളെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ല സുന്ദരി മോളാ കണ്ണേട്ടനെ കൂട്ട് തന്നെ, എന്തായാലും കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കഴുത്തിലൊരു മറുകും ഉണ്ടെന്ന് പറയുമ്പോൾ ലേഹ പറയുന്നുണ്ട് എന്തായാലും അത് മോളുടെ ഭാഗ്യമായിരിക്കും, ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും മാസം തികയാതെ ജനിച്ചതാണെന്നൊന്നും മോളെ കണ്ടാൽ തോന്നൂല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതുമാതിരിയല്ലേ ലേഹ മഹിയെ നോക്കിയത്, എപ്പോഴും ഭക്ഷണം കഴിപ്പിക്കലല്ലായിരുന്നോ, അതിൻ്റെ ഗുണമൊക്കെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മോഹിനിയും പറയുന്നുണ്ട് മോളെപ്പോഴും പറയുമായിരുന്നു ലേഹ ഏത് നേരം ഇങ്ങനെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന്. ആ സമയത്ത് നമ്മളുടെ മഞ്ജുവും സാഗറും അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജുവിനെയും സാഗറിനെയും കണ്ടതും ലേഹ കണ്ണനോട് ചോദിക്കുന്നുണ്ട് കണ്ണേട്ട ഇനിയെങ്കിലും സത്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറയണ്ടേന്ന് ചോദിക്കുമ്പോൾ പറയണം, എന്തായാലും അവളുടെ അമ്മാവനും ആ പ്രതാപനും ചേർന്ന് അവളുടെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം ഇനി മറച്ചു വയ്ക്കാൻ പറ്റില്ല, ഞാനത് പറയാനിരിക്കുമായിരുന്നു, ഇനിയിപ്പോൾ അവർ വരട്ടെ ഇപ്പം തന്നെ പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ സാഗർ വന്നതും മേഡത്തിനും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുമെന്ന് പറയണ കേട്ടതും സാഗറിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ലേഖേച്ചി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു കുറച്ച് നേരം കഴിഞ്ഞാൽ നിനക്കും കയറി കാണാം, അതിനു മുമ്പ് നീ എൻ്റെ കൂടെ വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മഞ്ജുവിനെ വിളിക്കുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ വാ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ഈ മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ കൈക്കുഞ്ഞായിരുന്നു, അന്ന് ഞാനും അച്ഛനും വന്ന ബൈക്കിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറുമായിരുന്നു, ആ ലോറി ഡ്രൈവർ ആരാന്നറിയാൻ വേണ്ടി അന്ന് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ എനിക്ക് അയാളെ കണ്ടെത്താൻ പറ്റിയില്ല, പക്ഷേ എനിക്കിപ്പോൾ സത്യങ്ങൾ അറിയാം ആരാ എൻ്റെ അച്ഛനെ കൊന്നേന്ന്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് അത് ആരാ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല നിൻ്റെ കരുണയുടെ അച്ഛനാ ആ പ്രതാപൻ, അത് വെറുതെ ഉണ്ടായ ആക്സിഡൻ്റ് ഒന്നും അല്ല, പിന്നെ എന്താ ഏട്ടൻ ഉണ്ടായെന്ന് ചോദിക്കുമ്പം അതൊരു കൊലപാതകമായിരുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഏട്ടൻ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല ഏട്ടാന്ന് പറയുമ്പം അതുണ്ടല്ലോ മഞ്ജു അന്ന് ആ കൊലപാതകം നടന്ന സമയത്ത് മഹി ആ വണ്ടിയിലുണ്ടായിരുന്നു, മഹി അതിന് ദൃക്സാക്ഷിയാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എന്നിട്ട് എടുത്തി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ആ കുറ്റബോധമായിട്ട് നടക്കുമായിരുന്നു മഹി, എന്തായാലും ഞാൻ മഹിയെ പെണ്ണ് കാണാൻ ചെന്ന ആ സമയത്ത് തന്നെ മഹിക്ക് മനസ്സിലായായിരുന്നു അന്ന് നടു തളർന്നു പോയ ആ 12 വയസ്സുകാരനാണ് ഞാൻ, അതുകൊണ്ട് എല്ലാവരുടെയും എതിർപ്പ് ഉണ്ടായിട്ടും മഹി അതൊന്നും വകവയ്ക്കാതെ എൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത്.
എന്നിട്ട് ഏട്ടൻ എപ്പോഴായിട്ടാ ഈ സത്യങ്ങൾ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. അതാണ് ഏട്ടാ അന്ന് അയാൾക്ക് സമനില തെറ്റിയപ്പോൾ അയാൾ നമ്മളുടെ അച്ഛനെക്കുറിച്ച് ഓരോന്ന് പറയുമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയാൾ പറഞ്ഞത് വേറൊന്നുമല്ല, അയാളുടെ സമനില തെറ്റിയ സമയത്ത് അയാൾ നമ്മളുടെ അച്ഛനെ കൊന്നത് അയാളാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഏട്ടനെ അയാളെ വെറുതെ വിട്ടുവെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അയാൾ എന്തിനാ നമ്മളുടെ അച്ഛനെ കൊന്നതെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം ഇല്ല ഏട്ടാ, എന്തിനാ അയാൾ നമ്മുടെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പം അത് വേറൊരു ദുഷ്ടൻ്റെ പണിയാണ്. ഒരു സ്വത്തിനോടും പണത്തിനോടും ആർത്തിയുള്ള വേറൊരുത്തനുണ്ടല്ലോ നിൻ്റെ അമ്മാവൻ, ആ അമ്മാവൻ കൊട്ടേഷൻ കൊടുത്ത് അയാളെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, അമ്മാവൻ എന്തിനാ നമ്മളുടെ അച്ഛനെ കൊല്ലണേന്ന് ചോദിക്കുമ്പോൾ അന്ന് കമ്പനിയിൽ എന്തൊക്കെയോ അഴിമതികൾ നടന്നിട്ടുണ്ടായിരുന്നു, അത് അച്ഛൻ കണ്ടുപിടിച്ചു. അമ്മാവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നുള്ളൊരു അവസ്ഥ വന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പ്രതാപിന് കൊട്ടേഷൻ കൊടുത്ത് അച്ഛനെ കൊല്ലിച്ചതാണ്. ആ സമയത്ത് ഈ മഞ്ജു ചോദിക്കുന്നുണ്ട്, അന്ന് ഈ കരുണയുടെ അച്ഛൻ അവിടെ ഓരോന്ന് വന്ന് വിളിച്ചു പറഞ്ഞപ്പം അയാളുടെ വാ പൊത്തിക്കൊണ്ടുപോയത് സാഹറേട്ടനും അനന്തുവേട്ടനും ആണല്ലോ, അതെന്താന്ന് ചോദിക്കുമ്പം അത് മഹി ഇയാളുടെ സമ്മർദ്ദം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ സത്യങ്ങളെല്ലാം അനന്തുവിനോട് തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ് മഹിക്ക് അത് പ്രശ്നമാവണ്ടല്ലോ എന്ന് കരുതിയ അനന്തും സാഗറും അങ്ങനെ ചെയ്തത്. സാഗറിനോടൊക്കെ നേരത്തെ തന്നെ സത്യങ്ങൾ മഹാലക്ഷ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ട് അവരെ വെറുതെ വിടാൻ ഏട്ടൻ തീരുമാനിച്ചോ ഏട്ടാന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല മഞ്ജു, ഞാൻ അവന്മാരെ രണ്ടിനെയും ഒരിക്കലും വെറുതെ വിടാൻ പോണില്ല. അവന്മാരിനി നരകിക്കാൻ പോണതേ ഉള്ളൂ. അവന്മാർ മാത്രമല്ല ആ കരുണയും, അവളിനി കരയാൻ പോണേ ഉള്ളൂ എന്ന്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ കണ്ണൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മഞ്ജു അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ മഞ്ജു കമലേശ്വരത്ത് എന്ന് ദുർഗയോടും ഉണ്ണിയോടൊക്കെ പറയുന്ന എപ്പിസോഡായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കരുണയുടെ സന്തോഷമെല്ലാം ഇതോടുകൂടി തന്നെ തീരും. കരുണ മഹാരാജ്ഞിയെ കൂട്ടി ജീവിക്കണമെന്ന് കരുതിയാണ് കമലേശ്വരത്തേക്ക് വന്നത്. എന്തായാലും കരുണയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.